والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. ഞാനിങ്ങനെ തിരിഞ്ഞു കളിക്കാണ്ട് നേരാണ് അങ്ങനെ നിൽക്കട്ടെ. എൻ്റെ സൈഡിലത് സ്ഥാനം തിരിക്കുന്ന മുകളിൽ വെച്ചത് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് തിരിയാതാക്കുന്ന എല്ലാവർക്കും കിട്ടും. വെച്ചത് അവിടെ തന്നെ മതി, എന്നാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا صاحب الوقت جبهتي تحت قدميكم أعظ بكم نيابة عنكم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ഈ സമയം ഒരു നീണ്ട വഅദ് പറയേണ്ട സമയം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശപ്പ് ജനങ്ങൾക്ക് ഉള്ളപ്പോൾ ഭക്ഷണം റെഡിയും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരം പക്ഷെ ഇവിടെ 4 മണിയാകുമ്പോഴേക്ക് റെഡി ആവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കതുവരെ സംസാരിക്കാം. എനിക്ക് വിശപ്പും ഇല്ല. എനിക്ക് വഅദ് പറയാനും ദർസ് നടത്താനും നിന്നാൽ പിന്നെ വിശപ്പുണ്ടാവില്ല. അങ്ങനെയാണ് അല്ലാഹു തആല ചെയ്തു തന്നത്. ഈ
എരുമാട് പല കൊല്ലവും വരുന്ന ആളുകൾ മാറി മാറിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഇവർ ഷഹീദായത് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെയും അന്യമതസ്ഥരെയും എതിർക്കുകയോ അവരെ ആട്ടിയോടിക്കുകയോ അവരോട് യുദ്ധം ചെയ്യുകയോ ആയിരുന്നില്ല. മറിച്ച് ഇന്നത്തെ പോലെ ആളുകളോ കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഈ പ്രദേശത്ത് പരത്തുന്നതിനു വേണ്ടി അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പരന്നത് കേരളത്തിലാവട്ടെ, കർണാടകയിലാവട്ടെ, ഇന്ത്യയുടെ മറ്റു ഭാഗത്താവട്ടെ, ലോകത്തെവിടെയോ ആവട്ടെ, എവിടെയും കാശ് കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതല്ല. വാളും പരിചയമെടുത്ത് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയതും അല്ല. പിന്നെയോ ഭയപ്പെടുത്തിയിട്ട് ജയിലിൽ വെക്കും മുസ്ലിമായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭരണാധികാരികൾ പേടിപ്പിച്ച് മുസ്ലിം ആക്കിയതുമല്ല. സമയം കുറവായതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങൾ ധാരാളം പറയുന്നില്ല. കർണാടക സ്റ്റേറ്റിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഇവിടെ, അതുപോലെ കൊണ്ടങ്കേരി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പല സ്ഥലങ്ങളും ഈ കൊടക് ജില്ലയിൽ തന്നെ. അല്ലാതെ മംഗലാപുരം ഭാഗത്തേക്ക് പോയാൽ കുന്താപുരം, കാജൂർ, ഉള്ളാൾ, ഇങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളും സയ്യിദുമാരും. ഇവിടെ സയ്യിദ് വർഗത്തിൽപ്പെട്ട സയ്യിദ് സഖാഫ് അല്ലേ, സയ്യിദ് ഹസൻ സഖാഫ് യമനിൽ നിന്ന് വന്ന സയ്യിദന്മാരാണ് സഖാഫ് കുടുംബം. ഇവരെല്ലാം ഇവിടെ വന്ന് അവരെ കറാമത്ത് കൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. സൂഫി ഷഹീദ് തങ്ങളെ അറിഞ്ഞിട്ടോ അറിയാതെയോ ശത്രുക്കൾ വെട്ടി ആക്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കറാമത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് പോലും കറാമത്തുകൾ കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മരിച്ചുപോയത്. അങ്ങനെ എവിടെ നോക്കിയാലും ഇസ്ലാം വളർന്നത് പണം കൊടുത്തിട്ടല്ല, പ്രകോപനം കൊണ്ടല്ല, പ്രലോഭനം കൊണ്ടല്ല, വാളും പരിചയും കുന്തവും ചെയ്തുകൊണ്ടല്ല, മറിച്ച് മഹാന്മാരുടെ കറാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ വളർത്തിയത് എങ്ങനെയാണ്? അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്, അവിടുത്തെ സൽസ്വഭാവം കൊണ്ട്, അവിടുത്തെ വിനയം കൊണ്ട്. അതാണ്. ഒരൊറ്റ യുദ്ധവും അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പോയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണമില്ലാതെ
അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നു, അല്ലാ തുഖാതിലൂന ഖൗമൻ നഖതു അയ്മാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മർറ. ഓ സഹാബികളെ, ശത്രുക്കളാണ് കേട്ടോ ആദ്യമായി യുദ്ധം തുടങ്ങിയത്. ആരല്ല? മുസ്ലിമീങ്ങളല്ല. മലയാളം മനസ്സിലാകുന്നുണ്ട്. മുസ്ലിമീങ്ങളല്ല യുദ്ധം തുടങ്ങിയത്. ആരാണ് യുദ്ധം തുടങ്ങിയത്? മുശ്രിക്കുകളാണ് യുദ്ധം തുടങ്ങിയത്. അവരാണ് നബി തങ്ങളെ നാട് കടത്താൻ തീരുമാനിച്ചത്. അവരാണ് ഉടമ്പടി പൊളിച്ചത്. അവരാണ് തരിച്ച അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. ആ സമയത്ത് നിർബന്ധിതരായതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് യുദ്ധം ചെയ്തിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കറാമത്തിലും മുഅ്ജിസത്തിലും വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. മനസ്സിലായി? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അവിടുത്തെ സഹാബത്തിന്റെ സുന്നത്തും അത് മുറുകെ പിടിക്കുന്നവർ, അതിന്റെ ചുരുക്കവാക്ക് സുന്നി. ഈ സുന്നിന്റെ പ്രധാന ലക്ഷണം എന്ത്? അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരമായി കാണുക, അതിനെ ബഹുമാനിക്കാതെ ഇരിക്കുക, അല്ലാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഉലമാഇനെയും മുതഅല്ലിമുകളെയും സയ്യിദുമാരെയും ബഹുമാനിക്കേണ്ട പ്രകാരം ബഹുമാനിക്കുക, ആദരിക്കേണ്ട ക്രമത്തിൽ ആദരിക്കുക. ഇതാണ് സുന്നിയുടെ ലക്ഷ്യം. സുന്നിയല്ലാത്തവനോ അവൻ നേരത്തെ തന്നെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ശരിയായിട്ടില്ല, തങ്ങൾ തന്നെ ഇവിടെ പല തെറ്റും കുറ്റങ്ങളും ചെയ്തവരാണ് എന്ന് വിശ്വസിക്കുന്നു. ആര്? സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്താണ് സുന്നി അല്ലാത്തവന്റെ പിന്നാലെ പോണ്ടാന്ന്. ഈ സുന്നി അല്ലാത്തവന്റെ പിന്നാലെ പോയാലോ നമ്മുടെ ഈമാൻ ഉണ്ടാവൂല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ഇപ്പൊ പറയുന്നില്ല. അവരുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ പറഞ്ഞതാണ്, അവരെ വാക്കിലില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രവർത്തനത്തിലും വീക്ഷണത്തിലും നിഗമനത്തിലും പലപ്പോഴും പിഴവുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സുന്നിയല്ലാത്ത വിഭാഗം എഴുതി വച്ചിട്ടുണ്ട്. മുജാഹിദുകൾ എന്ന് പേര് പറയും, സലഫികൾ എന്ന് പേര് പറയും, വഹാബികൾ എന്ന് പേര് പറയും, ഇസ്ലാഹികൾ എന്ന് പേര് പറയും. ഒരുപാട് പേരുകളുണ്ട്. ആ പേരുള്ള പ്രസ്ഥാനം എഴുതി വച്ചതാണ് സഹോദരങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ പിഴവ് പറ്റിയെന്ന്. ഇത് ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. അല്ലാഹുവിന്റെ റസൂല് എന്താണോ കൊണ്ടുവന്നത് അത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂല് എന്താണോ വിരോധിച്ചത് അത് മുഴുവനും നിങ്ങൾ വെടിയണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ
أن يكون لهم الخيرة ما كان لمؤمن ولا مؤمنة ഒരു മുഅ്മിനായ പുരുഷനും ഒരു മുഅ്മിനായ പെണ്ണിനും അനുവദനീയമല്ല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അല്ലാഹു തആലയും അവന്റെ റസൂലും വിധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ ഇൻദിഹിം മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം പറയാ അങ്ങനെ അല്ല ഇങ്ങനെയല്ല എന്ന് പറയാ അത് ഒരു മുഅ്മിന് പാടുള്ളതല്ല ശരിക്കും പഠിച്ചോ ഒരു മുഅ്മിനും പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല എന്ന് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു പറയേണ്ടത് അതായിരുന്നു പറയേണ്ടത് എന്ന അഭിപ്രായം പറയാൻ ഒരു മുഅ്മിനും അധികാരമില്ല എത്രത്തോളം നിങ്ങൾ നോക്കൂ ഫലാ വറബ്ബിക ശരിക്കും പഠിച്ചോ നമ്മുടെ ഈമാനാണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശദറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما എന്താ ഒരാളൊരു മധ്യസ്ഥം പറഞ്ഞു ഒരു വിധി പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും അങ്ങനെയല്ല എന്ന് പറയുന്നത്. ഇവിടെ ഈ എരുമാട് തന്നെ ഞാൻ എത്രയോ ദിവസങ്ങൾ വന്ന് ഇവിടെ ഇരുന്ന് ഈ നാട്ടുകാരോട് സംസാരിച്ച് പടവെട്ടുന്നത് പോലെ സംസാരിച്ച് ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ സുൽഹ് മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ ഈ കാണുന്ന മസ്ലഹത്തും സുൽഹും ഇവിടെ നിലനിൽക്കുന്നത്. അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം വന്നു, എത്ര സംസാരിച്ചു, ഇവരോടൊക്കെ തെറ്റി സംസാരിച്ചു, നല്ലോണം സംസാരിച്ചു. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല ആളുകളാണ്, ആരും മോശപ്പെട്ടവരല്ല. ഇബ്ലീസിന്റെ ആ തോന്നിപ്പിക്കല്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വേണ്ടതെന്നൊക്കെ തോന്നിപ്പോയപ്പോ എല്ലാവരും എതിരായി. അവസാനം ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും സ്വീകരിച്ചു. അങ്ങ് ഞാൻ പറഞ്ഞത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്വത്ത് മുഴുവനും വഖഫ് ബോർഡ് പോവും. വഖഫ് ബോർഡിന്റെ റിസീവറെ വെച്ച സമയമാണ്, ആ റിസീവറെ നീക്കിയത് ഞാനാണ്. റിസീവർ ഇവിടെ വേണ്ട, ഉണ്ടോ? അത് നീക്കിയത് ഞാനാണ്. മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞു, എരുമാട് റിസീവർ വേണ്ട, എരുമാട് നിയന്ത്രിക്കാൻ സൂഫി ഷഹീദ് തങ്ങളുണ്ട്, അതുകൊണ്ട് അവിടത്തേക്ക് ഒരു റിസീവറെ അയക്കരുത്, ഒരു സാധനത്തെ അയക്കരുത്, എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് ഞാൻ ഇവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ മുഴുവൻ ആളുകളോടും വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ് റിസീവറും പോയി, സർവം പോയി. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഒരു ഖിലാഫും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നിലക്ക് നമ്മുടെ ഉറൂസും നമ്മുടെ പള്ളിയും ദർസും എല്ലാം നടക്കുന്നു. ഇവിടെ മുദരിസായി സേവനം ചെയ്യുന്ന തങ്ങൾ എന്റെ ശിഷ്യനാണ്, സഖാഫിയാണ്, ഞാൻ അറിയാണ്ട് കണ്ട. ഇവിടെ ഖുത്ബ ഓതിയ സാലിഹ് ഹാഫിള് സഖാഫിയാണ്, എന്റെ ശിഷ്യനാണ്. ഗാലിബ് എന്ന് പറഞ്ഞാൽ വിജയിച്ച ആളെന്നാണ്. മൂപ്പര് ഈജിപ്തിൽ പോയിട്ട് ഖുർആൻ ഓതിയിട്ട് മത്സരത്തിൽ വിജയിച്ചു വന്നാണ്. ഞാൻ മർക്കത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരൂല. ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തിനാ? ഇവിടെ ദീൻ നിലനിൽക്കണം, ഇവിടെ ആലിമീങ്ങൾ വേണം, ഇവിടെ ഖാരിഈങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ വളരെ വളരെ നല്ല നിരക്ക് ഐക്യത്തോടുകൂടി യോജിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നുവെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഞാൻ അന്ന് വിധി കൽപ്പിച്ചപ്പോ ആരുടെയെങ്കിലും
മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ടാവും, അങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെയായിരുന്നു വേണ്ടത്. അത് തോന്നും, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നീട് മനസ്സിലാവും ഇത് ശരിയാകും. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു വിധി കൽപ്പിച്ചാൽ അതായിരുന്നില്ല നല്ലത്, ഇതാ വേണ്ടത് എന്ന് തോന്നാൻ പാടുണ്ടോ? പാടിയാൽ ഇസ്ലാം എന്നങ്ങ് പോകും. നിന്റെ വിധിയിലെ മാതിരിയല്ല. അല്ലാഹു പറയുന്നത് വലാ വറബ്ബിക ലാ യുഅ്മിനൂന, റബ്ബിനെ തന്നെ സത്യം, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഏത് തങ്ങൾ ഒരു വിധി കൽപ്പിച്ചിട്ട് ആ വിധിയിൽ പിന്നീട് അവരുടെ കൽബിലിങ്ങനെ ചെറിയ ഒരു തോന്നൽ, മുഹമ്മദ് നബി വിധി കൽപ്പിച്ചതുപോലെ അല്ലായിരുന്നു വേണ്ടത് എന്ന് വന്നാൽ അവര് മുഅ്മിനീങ്ങളല്ല നബിയേ. തങ്ങൾ അവരിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തങ്ങൾ എന്താണോ വിധി കൽപ്പിച്ചത് അത് 100% ശരിയാണെന്ന് വിശ്വസിക്കാത്ത കാലത്തോളം ഒരു ചെറിയ സംശയമുണ്ടായാൽ അവർ മുഅ്മിനീങ്ങളല്ല നബിയേ. വിശ്വസിച്ചോളണം. എന്ത് റസൂലുള്ളാഹി വിശ്വസിച്ച് തീരുമാനിച്ചാലും അത് സ്വീകരിക്കണം. എന്നിട്ട് അങ്ങനത്തെ റസൂലുള്ളാഹിയെ പറ്റിയാണ് ഇവിടുത്തെ മുജാഹിദ് എഴുതിയത്. മുഹമ്മദ് നബിയുടെ നിഗമനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, തീരുമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അവനും ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവും ഇല്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട്. അവർക്കും പല പേരുമുണ്ട്. ഹംദർദ് എന്നൊരു പേരുണ്ട്, ബ്രദർഹുഡ് എന്ന് പേരുണ്ട്. ഇപ്പോ ഈജിപ്തിൽ അവരെ നിരോധിച്ചിരിക്കുന്നു. അറബ് രാഷ്ട്രങ്ങൾ മുഴുവനും അവരെ നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബ്രദർഹുഡ്, ജമാഅത്തെ ഇസ്ലാമി, മൗദൂദിസം, ഇവരെന്താ പറഞ്ഞത്? അല്ലാഹു തആല കബി കബി ഉनके अंबियाओं से भी गुनाह करवाते हैं ताकि वो अल्लाह न समझाए. ഇടക്കിടക്ക് അല്ലാഹു തആല അവന്റെ അമ്പിയാക്കളെ കൊണ്ട് തെറ്റും കുറ്റവും ചെയ്യിപ്പിക്കുന്നതാണ് അവരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതെന്തൊരു വിശ്വാസമാണിത്? അല്ലാഹുവിന്റെ ഹബീബ് തെറ്റ് ചെയ്യുമെന്നോ? ആ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ, എന്റെ കരുണിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, നിങ്ങൾ പെട്ടുപോകണ്ട കേട്ടോ. ഞങ്ങൾക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദിന്റെ വിശ്വാസം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് തങ്ങളുടെ വിശ്വാസം അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഉള്ളാൾ ദർഗാ ഷരീഫ് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ വിശ്വാസം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. അവിടുത്തെ കാൽപ്പാടുകൾ പിൻപറ്റി അവിടുത്തെ ആത്മീയ നിർദ്ദേശപ്രകാരം 65 കൊല്ലം ഉള്ളാളത്ത് ദർസ് നടത്തി പരിസര പ്രദേശത്ത് മുഴുവനും ഇസ്ലാമിന്റെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് വഅളുകൾ പറഞ്ഞ് ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല. കൊടുകിലും എല്ലാ സ്ഥലത്തും വന്ന് വഅളു പറഞ്ഞ് മദ്രസയുണ്ടാക്കി പള്ളിയുണ്ടാക്കി 65 കൊല്ലം നിയന്ത്രിച്ച കേരളത്തെയും തമിഴ് കർണാടകത്തെയും നിയന്ത്രിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുർറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവർകളും അതേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾ ദർഗാ ഷരീഫിന്റെ പേരിൽ
28 മഹല്ലത്തുകളുണ്ട്. ഈ 28 മഹല്ലത്തുകളിൽ ചില മഹല്ലത്തുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില കാര്യത്തിലൊക്കെ ഖാദിയെ നിശ്ചയിക്കുന്നതിൽ തർക്കമുണ്ടായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്, എന്റെ മരണശേഷം എന്റെ മകൻ ഫളിൽ കോയമ്പത്തങ്ങൾ കൂറ അവരെ ഞാൻ ഖാദിയായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അന്ന് ഹയാത്ത് കാലത്ത് പറഞ്ഞതാണ്. അവിടുത്തെ അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷേ കുറഞ്ഞ ആളുകൾക്ക് ഒരഭിപ്രായ വ്യത്യാസം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ അഭിപ്രായ വ്യത്യാസമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി മർക്കസിലേക്ക് കോഴിക്കോട്ടേക്ക് 50ഓളം ആളുകൾ വന്ന് ഉള്ളാളത്ത് വെച്ചും വിളിച്ചു വെച്ച് ഞാനും അവരുമായി സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങളെല്ലാം കേട്ടു, അതിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഞാനാണ് പ്രഖ്യാപിച്ചത്, ഈ 28 മഹല്ലത്തും ഇതാ ഇവിടെ ബൈഅത്ത് ചെയ്യുന്നു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ കോയമ്മ തങ്ങൾ കൂറാത്തങ്ങൾ അദ്ദേഹത്തെ ഖാദിയായി സ്വീകരിച്ചുകൊണ്ട് ഉള്ളാളത്തെ ദർഗാ ഷരീഫിന്റെ കീഴിലുള്ള 28 മഹല്ലുകാരും ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ 100% അംഗീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കോട്ടിട്ട് കൊടുത്തു. സയ്യിദ് സബാഹ് റിഫായി തൊപ്പി വെച്ച് കൊടുത്തു. ഇന്നത്തെ കർണാടക പേപ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അതിന് നായിബ് ഖാദിയായി കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചു. അങ്ങനെ സന്തോഷം. അപ്പൊ മുഅ്മിനീങ്ങൾ തമ്മിൽ തെറ്റൊന്നുമില്ല. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ആലിമീങ്ങൾ പറയും, അതങ്ങ് കേട്ട് സ്വീകരിച്ച് നടന്നാൽ വലിയ വിജയമുണ്ടാവും, വലിയ വിജയമുണ്ടാവും. കർണാടക സ്റ്റേറ്റിൽ തന്നെ വേറൊരു മഹല്ലുണ്ടായിരുന്നു. 2, 3, 4 കൊല്ലത്തോളായി ഭയങ്കര തെറ്റ്, ഭയങ്കര തെറ്റ് എന്ന് പറഞ്ഞാൽ 55 കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിലുണ്ട്. എത്ര കേസ്? 55 കേസ് പ്രസിഡന്റിനെതിരും സെക്രട്ടറിക്കെതിരും ഖാദിക്കെതിരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 55 കേസ് ഉണ്ടായിരുന്നു കാട്ടിപ്പള്ള എന്നുള്ള സ്ഥലത്ത്. പടച്ചറബ്ബേ, ഇന്നലെ അവിടെയും അവിടത്തെ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു വരുത്തി 100% മസ്ലഹത്താക്കി എല്ലാ കേസും പിൻവലിക്കാൻ തീരുമാനിച്ചു. എല്ലാ അഭിപ്രായങ്ങളും മറന്ന് ഇരുവിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ തീർത്ത് ഞാനും കൂറത്തങ്ങളും വന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെ അവിടെ ഖാദിയായി നിശ്ചയിച്ചു കൊടുത്തു. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഖുറാത്തങ്ങൾ തലേക്കെട്ട് വെച്ച് കൊടുത്തു, ഞാൻ കോട്ടിട്ട് കൊടുത്തു. ഞാനിത് നിങ്ങളോട് പറയുന്നത്, മനുഷ്യന്മാര് തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് വലുതാക്കി കൊണ്ടു നടക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ ധാരാളം ശ്രമിക്കും. ഞാൻ ഇപ്പറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് വേറെ പള്ളി ഉണ്ടാക്കാം, നമുക്ക് അക്കാദി വേണ്ട ഇക്കാദി വേണ്ട, നമുക്ക് അവിടെ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു നടന്ന 4-5 സലഫികൾ ഉണ്ടായിരുന്നു. സലഫികൾക്ക് അതാണ് ഉദ്ദേശം. അവരൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുഴുവനും ഒറ്റക്കെട്ടായി. അൽഹംദുലില്ലാഹ്. അതുപോലെ ഈ കുടകിലുള്ള മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങളുടെ മാർഗം, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് തങ്ങളുടെ മാർഗം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ മാർഗം, താജുൽ ഉലമയുടെ മാർഗം, അത് സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ
ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും തുമ്മസ്തഖാമു, പിന്നീട് നേരെ ചൊവ്വായ വഴിയിൽ നടക്കുകയും ചെയ്തവർ. നേരെ ചൊവ്വ. ഇപ്പം മലയാളമൊക്കെ പഠിച്ചു പോയി, അതുകൊണ്ട് ഏകദേശം മനസ്സിലാവും. പണ്ട് 35 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഒരു വയല് കണ്ടപ്പോ പൈശാചികമായി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് പൈസാനെ പറ്റിയാ ചോദിച്ചത്. അപ്പോ പൈശാചികം എന്നുള്ള പിശാചിന്റെ വഴിയിൽ പറഞ്ഞതാ. അപ്പൊ അങ്ങത് അറിയില്ല. ഇപ്പൊക്കെ ഏകദേശം മലയാളം എല്ലാവർക്കും മനസ്സിലായി പോയി. അല്ലാഹു തആല നമുക്ക് എല്ലാ ഖൈറും ചെയ്തു തരട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനാണ് ഇന്ന് ഈ നട്ടുച്ച സമയത്ത് കർണാടകയിലും കേരളത്തിലുമുള്ള ആലിമീങ്ങളും അല്ലാത്തവരും എല്ലാം ഈ എരുമാട്ടക്ക് എന്തിനാ വരുന്നത്? എന്താണ് ഇവിടെയുള്ള കാന്തം? എന്താണ് ഇവിടെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന വല്ല കാന്തവുമുണ്ടോ? ഉണ്ട്. അതാ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അവരുടെ കറാമത്ത് കൊണ്ട് തന്നെ അവിടെ ഒന്ന് പോയി സിയാറത്ത് ചെയ്താൽ, അവിടെ ഒന്ന് പോയി സലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, ഞങ്ങൾക്ക് രക്ഷ കിട്ടും, ഞങ്ങളെ ഈമാൻ സലാമത്താകും എന്ന് കരുതിയിട്ട് തന്നെ വരികയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ ദുർതുമുൽ മഖാബിർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ ഈ ഭൗതിക ആഡംബരങ്ങളും അതിന്റെ ചിന്തകളുമായി കെട്ടിമറിഞ്ഞ് കളിക്കുന്നു. അതിൽ നിന്ന് ശിഫ കിട്ടാൻ നിങ്ങൾ മഹാന്മാരുടെ സിയാറത്ത് ചെയ്യണം. മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അവരെടുക്ക പോയി സലാം പറഞ്ഞ് അവിടെ നിന്ന് ഖുർആൻ ഓതി അർഹമുർ-റഹീമായ അല്ലാഹ് ഈ മഹാനായ വലിയന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ഷഹീദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങൾക്ക് രക്ഷ തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും രക്ഷ കിട്ടും കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒരൊറ്റ കഥ നിങ്ങളോട് പറയട്ടെ. നമ്മളെല്ലാവരും ശാഫിഈ മദ്ഹബുകാരാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? 7 വയസ്സായപ്പോഴേക്കും പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു. ഇമാം മാലിക് തങ്ങളുടെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ്, അതിലുള്ള ഹദീസ് മുഴുവനും കാണാതെ പഠിച്ചു. 7 വയസ്സ് മുതൽ മരണം വരെ ഒരൊറ്റ രാത്രിയിൽ മാത്രം 1 സെക്കൻഡും ഉറങ്ങാത്തത് കൊണ്ട് അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. അന്ന് ഇൽമുമായി ജോലിയായി, ഇൽമിന്റെ ജോലിയിലായി 1 സെക്കൻഡും ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തഹജ്ജുദ് നിസ്കാരം 1 രാത്രി മാത്രം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് എണീച്ച് നിസ്കരിക്കുന്നതാണ്. ഷാഫി ഇമാമും ഗൗസുൽ ആദമും ഒക്കെ എങ്ങനെയാ അവർ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുക. നമ്മളെ പോലെ എത്രയോ കിടന്നുറങ്ങലൊന്നല്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഉറങ്ങും അല്ലേ? നിലവേറും ോളൂതോരൂതോരുവാലെ 40 ചാണ്ടോളം സുബഹി തോളൂതോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളു മുറിയാതെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ മഹാനവറുകൾ 5-10 മിനിറ്റ് ഇരുന്നിട്ട് ഉറങ്ങും. ആ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ്
വുളൂഇന്റെ തജ്ദീദുൽ വുളൂ, വുളു പുതുതാക്കുക, മുറിയാതെ തന്നെ ഒളുവെടുക്കുക. ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഒളുവെടുക്കും. എന്നിട്ടതാ തഹജ്ജുദ് നിസ്കരിക്കുന്നു കേട്ടോ. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ തഹജ്ജുദ് നിസ്കരിച്ച ബഹുമാനപ്പെട്ട അതുപോലത്തെ ഔലിയാക്കള് അവരൊക്കെ പിൻപറ്റിയത് ആരെയാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഗൗസുൽ ആലം ശാഫിഈ മദ്ഹബുകാരനാണ്. റിഫായി സയ്യിദ് ശാഫിഈ മദ്ഹബുകാരനാണ്. അതുപോലെ എത്രയോ വലിയ വലിയ മഹാന്മാർ സഹീഹുൽ ബുഖാരി ഒരുമിച്ച് കൂട്ടിയ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ, അവർ ശാഫിഈ മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഖുർആനും സുന്നത്തും പരിചയമുണ്ട്. എന്നാലും അതിൽ നിന്നും മതത്തിന്റെ വിധി കണ്ടെത്താനുള്ള പൂർണ്ണ കഴിവ് ഞങ്ങൾക്കില്ല. അത് ശാഫിഈ ഇമാം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാന്മാര് മുഴുവനും ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്തു സ്വീകരിച്ച് നടക്കുന്നു. ഇന്നത്തെ ചില മുറിയന്മാര് വന്നിട്ട് ഇമാമിങ്ങൾ വേണ്ട, കോജാക്കന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ പടുജാഹിലാണ്. അത്രയും വലിയ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയെ പോലെ 6 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഇമാം ബുഖാരി, 8 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഇമാം ബൈഹഖി, അതുപോലെ അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങിയ സിഹാഹു സിത്തയുടെ മുഹദ്ദിസീങ്ങളായ മഹാന്മാർ അവർ മുഴുവനും ശാഫിഈ ഇമാമിനെ സ്വീകരിച്ചു. ഓ ജനങ്ങളെ, അത്രയും വലിയ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു എന്ന് പറയുന്നു, ഞാൻ ഈജിപ്തിലായപ്പോൾ എനിക്ക് വല്ല പ്രത്യേക ആവശ്യങ്ങളും നേരിട്ടാൽ അദ്ഹബു ഇലാ ഖബ്രിൽ ഇമാം അബീ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇമാം അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്യും. എന്നിട്ടോ അങ്ങനെ സിയാറത്ത് കഴിഞ്ഞാൽ എന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. ഇതാരാ പറയുന്നത്? ശാഫിഈ ഇമാം. അപ്പൊ സിയാറത്ത് വലിയ സംഗതിയാണ്. സിയാറത്ത് വളരെ വലുതാണ്. നമ്മളെ ഖൽബ് ശുദ്ധിയാവാൻ, നമ്മളെ തമ്മിൽ ഹസദ് വരാതിരിക്കാൻ, കിബ്ർ വരാതിരിക്കാൻ, ജനങ്ങളോട് വെറുപ്പ് വരാതിരിക്കാൻ, മഹാന്മാരായ സാലിഹ്യങ്ങളോട് പ്രിയമുണ്ടാവാൻ, അതിലൊക്കെ സിയാറത്ത് വലിയ മാത്രമുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ അന്നാണ് ശാഫിഈ ഇമാം ജനിച്ചത്. ശാഫിഈ ഇമാം അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ മഹത്വം, അവിടുത്തെ ബഹുമാനം മനസ്സിലാക്കി ശാഫിഈ ഇമാം, ഇത്ര വലിയ ശാഫിഈ ഇമാം പറയുന്നു, ഞാൻ വല്ല ആവശ്യമുണ്ടായാലും അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുക്ക് പോയി സിയാറത്ത് ചെയ്താൽ എന്റെ ആവശ്യങ്ങളൊക്കെ വീട്ടിക്കിട്ടും. അതാണ് സൂഫി ശരീരിന്റെ അടുത്ത് നമ്മൾ വരുന്നത്. അതാണ് മഹാന്മാരുടെ അടുക്കൽ നമ്മൾ ചെല്ലുന്നത്. അത് തന്നെയാണ് ഉള്ളാളം ദർഗാ ഷരീഫ് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി തങ്ങളെ അടുക്ക് പോയി സിയാറത്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, തങ്ങളെ ഇവിടെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, അത് ചെയ്യണോ? അള്ളാഹിനോട് ദ്വാരന്നോട്. അതുപോലെ കാജൂൽ വലിയ ദർഗയാണ്. 2 കറിയക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഉറൂസിന് നിന്നുപോയി അല്ലേ? 1 കൊല്ലം ഉറൂസ് നിന്നുപോയി, 3 കൊല്ലം ഉറൂസ് നിന്നുപോയി, നടത്താൻ പറ്റില്ല.
അൽഹംദുലില്ലാഹ് ഞാനവിടെ പോയി. രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി, രണ്ടു കൂട്ടരെയും പറഞ്ഞു തീർത്തു. അവിടെയും പെരുമാറ്റപ്പോലെ കർണാടക സ്റ്റേറ്റിന്റെ വഖഫ് ബോർഡ് റസീവർ നിശ്ചയിച്ചുകൊണ്ട് അവിടുത്തെ പൈസ ഒക്കെ എടുത്ത് കൊണ്ടുപോകായിരുന്നു. കർണാടക സ്റ്റേറ്റില് റസീവറും വേണ്ട, വഖഫ് ബോർഡിൽ നിന്ന് ആരെയും അയക്കണ്ട, അവിടെ കമ്മിറ്റി തന്നെ ഭരിക്കൂന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇക്കഴിഞ്ഞ ഉറൂസ് എന്റെ നേതൃത്വത്തിൽ കാജൂര് ഉറൂസാണ്. ഈ കൊല്ലവും അവരെ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് കൂട്ടി ഉറൂസിലുള്ള കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു. ഞാനെന്ന് പോയിട്ട് വേറെ സുല്ലാക്കിയിട്ടില്ലെങ്കിലോ ഉറൂസ് നിന്നത് തന്നെ 3 കൊല്ലം നിന്ന് പോയില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഗൗഡൻ, ബുദ്ധൻ, ജൈനൻ, ആരൊക്കെ ഇവിടുത്തെ പേരൊന്നും എനിക്കറിയില്ല, എല്ലാ ആളുകളും സൂഫി ശൈലിന്റെ അടുത്ത് വരുന്നത്. അതന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ സൗഹാർദ്ദം. നമ്മൾ ആരെയും അകറ്റൂല, ആരോട് എതിർക്കൂല. പക്ഷെ മുസ്ലിമായി ജീവിക്കണം. അത് മറ്റൊരു വിശ്വാസവും പാടില്ല. മുസ്ലിം ശരിയായ മുസ്ലിമായി തന്നെ ജീവിക്കണം, ശരിയായ നിലക്ക് വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പള്ളിയിൽ നല്ല ദർസ് നടക്കുന്നുണ്ട്. ഇനിയും വലിയ ദർസ്, വലിയ കോളേജ് ഈ സ്ഥലത്ത് നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അതിടക്കിടക്ക് മാറി വന്നാലും ഇപ്പോ നല്ല കമ്മിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായി ദർസ് നടത്തണം. യതീംഖാന അൽഹംദുലില്ലാഹ് വളർന്നു വരികയാണ്. അല്ലാഹു തആല വളർത്തി തരുമാറാകട്ടെ. അല്ലാഹു ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും വളർത്തി തരട്ടെ. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും മുമ്പ് ഭരിച്ചവർക്കും നടത്തിയവർക്കും എല്ലാവർക്കും അർഹമുർ റഹീമേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വല്ല വ്യക്തികളും അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണം റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. الحمد لله منشي الخلق من ندم ثم الصلاة على المختار في القدم. مولاي على حبيبك خير الخلق كلهم ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദിന് കാട്ടുമൃഗങ്ങൾ വന്ന് പാല് കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ശരിയല്ലേ? എന്താണത്? അതാ ഇമാം മൂസീരി തങ്ങൾ തന്റെ ബുർദയിൽ പറയുന്നു, വമൻ തകും ബിറസൂലില്ലാഹി റുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാബിഹാ തജ്മി. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയും അവിടത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അവിടത്തെ മദ്ഹ് പറയുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് അങ്ങനെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഒരുത്തന് കിട്ടിക്കഴിഞ്ഞാൽ
അതുവഴി അല്ലാഹുവിന്റെ സഹായം വന്നാൽ ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മി, അതാ കാട്ടിലുള്ള സിംഹം പുലി അവനിലേക്ക് ചാടി വന്നാലും അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അവനൊരു പുലിയെയും ഒരു സിംഹത്തെയും ഒരു കരടിയെയും പേടിക്കേണ്ടതില്ല. സഹീഹായ ഹദീസിൽ വന്നില്ലേ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ വീട്ടിൽ വെച്ച് യാ അസദ് തആൽ, സിംഹം പുലി ഇങ്ങോട്ട് വാ എന്ന് കാട്ടിലേക്ക് വിളിക്കുമ്പോൾ കാട്ടിൽ നിന്ന് സിംഹവും പുലിയും വാല് പൊക്കിപ്പിടിച്ചുകൊണ്ട് കുതിച്ച് കുതിച്ച് ഓടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് അവിടെ കാല് മുട്ടുകുത്തി ഇരുന്നു കൊടുക്കുന്നു. മഹാനവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഈ പുലിയുടെ പുറത്ത് കയറി ഇരിക്കുന്നു. എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് മുഴുവനും പോയി ആ പുലി അതാ മഹാനവറുകളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി വിട്ടുകൊടുത്തില്ലേ. ഇതെന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചതുകൊണ്ട് തന്നെ. മദീന മുനവ്വറയിൽ അതാ മുർദയുടെ ബെയ്ത്തുകളൊക്കെ നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മായ്ക്കപ്പെട്ടു പോയി. പക്ഷെ ഒരു ബെയ്ത്ത് റോമാ ഷരീഫിന്റെ വാതിലിന്റെ വട്ടക്കണ്ണിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുന്ന വട്ടക്കണ്ണ് എന്താണ്? ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ ലഹ്വാലി മുഖതഹിബി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശഫാഅത്ത് എല്ലാ സമയത്തും വേണം. നമുക്ക് അവിടുത്തെ ശഫാഅത്ത് എപ്പോഴും കിട്ടും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും, നരി വരുമ്പോഴും കിട്ടും, സിംഹം വരുമ്പോഴും കിട്ടും. അതുപോലെ എവിടെയെങ്കിലും മസ്അലാത്ത് പറയുമ്പോഴും കിട്ടും, വഅദ് പറയുമ്പോഴും കിട്ടും, ദർസ് നടത്തുമ്പോഴും കിട്ടും. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നമുക്കുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നോട്ടം നമുക്കുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനോട്ടമില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, വയസ്സന്മാരെ എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ മദ്ഹ് പറയുകയും അവിടുത്തെ പ്രശംസിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളെ കൂട്ടത്തിലും നമ്മളും പെടണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ എരുമാട്ടുകാരല്ല, ഇവിടെ കൊണ്ടക്കേരിക്കാരല്ല, ഇവിടെ കൊടുവിലുള്ള മുഴുവൻ ആളുകളും മാത്രമല്ല, കേരളത്തിലും കർണാടകത്തിലുമുള്ള എത്രയോ ജനങ്ങളാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ചടകുടഞ്ഞ് എഴുതിയിട്ട് പ്രവർത്തിക്കാത്ത പക്ഷം വിദഅത്തുകാർ നമ്മുടെ നാടിലൊക്കെ കടന്നുകൂടി പോകും കേട്ടോ. നമ്മളെ ചെറുപ്പക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവര് വിദഅത്തിലേക്ക് കൊണ്ടുപോയാൽ അവർ കുഫ്രിയത്തിലേക്ക് ചാടിപ്പോകും. അതുകൊണ്ട് എല്ലാവരും എല്ലാവിധത്തിലും സഹായിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഈ ജില്ലയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങള്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങള്, ഞാൻ നേരിട്ട് നടത്തുന്ന മർക്കസ് സഖാഫത്തി സുന്നിയ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് കൊട്ടംമുടിയിലെ മർക്കസ്. അത് വളർത്താൻ പ്രയാസമുള്ളത് കൊണ്ട് കൂടുതൽ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ സഹായം വേണം. കാരന്തൂരിലെ മർക്കസ് സഖാഫത്തി സുന്നിയ നിങ്ങൾക്കൊക്കെ അറിയാം, 22,000 കുട്ടികൾ ഇപ്പോൾ അതിന്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. 22,000
22,000 കുട്ടികൾ ആ സ്ഥാപനത്തിന്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്നു. അതിൽ 6,000 കുട്ടികൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നു. 5 നേരം. സുബഹിക്ക് കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുക്കും, അത് കഴിഞ്ഞാൽ നാസ്ത കൊടുക്കും, പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കും, വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും കൊടുക്കും, രാത്രി വീണ്ടും ഭക്ഷണം കൊടുക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഒരു വീട്ടിൽ കല്യാണം നിശ്ചയിച്ചാൽ 1000-ഓ 2000-ഓ ആളുകളെ കല്യാണത്തിന് വിളിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എത്ര ദിവസം നിങ്ങൾ അധ്വാനിക്കും? അല്ലേ? എന്തെല്ലാം ഒരുക്കങ്ങൾ നിങ്ങൾ ഒരുങ്ങും. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് 360 ദിവസവും 5000-ഉം 6000-ഉം 7000-ഉം കുട്ടികൾക്ക് 24 മണിക്കൂർ പഠിക്കുന്ന കുട്ടികൾക്ക് നാം ഭക്ഷണം കൊടുക്കുകയാണ്. എവിടുന്നാണ് കൊടുക്കാൻ കിട്ടുന്നത്? അല്ലാഹു തആലാന്റെ ഖളാഅ്. അല്ലാഹു തആല മനുഷ്യന്റെ ഖൽബിൽ തോന്നിപ്പിക്കുക, മുഅ്മിനീങ്ങളെ ഖൽബിൽ തോന്നിപ്പിക്കുക. ഇപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പള്ളിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ട് 1000 രൂപ എന്റെ കയ്യിൽ തന്നത് മർക്കസിന് സംഭാവനയാണ്. ഞാൻ അയാളെ അറിയും, ഒരാൾ എന്നെ അറിയും. അയാൾ എന്നോട് റെസീറ്റ് ചോദിച്ചിട്ടില്ല, ഞാൻ റെസീറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ മർക്കസിൽ പോയാൽ റെസീറ്റ് എഴുതും, അവിടെ കണക്കിൽ ചേർക്കും, അവിടെ കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിക്കും, ഞാനും ദ്വാരക്കും. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും മുഅ്മിനീങ്ങൾ തരുന്നു. അതുകൊണ്ട് ഇത് നടക്കുക. ഒരു മാസത്തിൽ 2.5 കോടി 3 കോടി ഉറുപ്പിക വേണം. 1200 ആൾക്ക് ശമ്പളം കൊടുക്കണം. ഇതൊക്കെ മർക്കസിലുള്ളതാ. അതിന്റെ ഇപ്പോഴത്തെ ഒരു പുതിയ പദ്ധതി നോളേജ് സിറ്റി എന്ന പേരിൽ വയനാട് ചുരം ഇറങ്ങുന്ന പുതുപ്പാടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, മെഡിക്കൽ കോളേജ്, അതുപോലെ മറ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂള്, ശരീഅത്ത് കോളേജ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിയാകാത്തതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം. കാശുകൊണ്ട് സഹായിക്കാൻ കഴിയാത്തവർ ദുആ കൊണ്ട് സഹായിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അബ്ദുൾ റഷീദ് സൈനി കാമിൽ സഖാഫി, അതുപോലെ നമ്മുടെ അധ്യക്ഷൻ സഅദി തുടങ്ങിയവരൊക്കെ പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. റഹ്മാനുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. നിങ്ങളൊക്കെ അത് ചെല്ലണം. എല്ലാ ദിവസവും ചെല്ലണം. 10 പ്രാവശ്യം. അവിടുന്ന് അങ്ങോട്ട് 100 എത്രയെങ്കിലും ചെല്ലാം. അല്ലാഹുമ്മ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചെല്ലാം. ഞാൻ ചൊല്ലിത്തരാം. അറിയുന്നത് തന്നെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇതെല്ലാവർക്കും ചെല്ലാൻ പറ്റിയ എളുപ്പമുള്ള സ്വലാത്ത് പറഞ്ഞതാണ്. അതിൽ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളുടെ മേലും സ്വലാത്തുണ്ട്, സ്വഹാബത്തിന്റെ മേലും സ്വലാത്തുണ്ട്. എന്റെ മശായിഖുമാർ എനിക്ക് ഇജാസത്ത് പ്രകാരം തന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ചെല്ലണം. അത് സ്വീകരിച്ചോ? അല്ലാഹു അക്ബർ. ഇനി 10 എന്ന് കണക്കില്ല, എത്രയും പെട്ടെന്ന് ചെല്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, അടിയങ്ങളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്തും മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവരും
എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകൊണ്ട് പ്രിയം വെക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമായ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കണേ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരായിട്ട് ഞാൻ കണക്കാക്കുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയണമെന്നില്ല. ഞാൻ സലാത്ത് എല്ലാം പറഞ്ഞപ്പോൾ സ്വീകരിച്ചവരൊക്കെ അതിൽപ്പെടും. സലാത്ത് എല്ലാം പറഞ്ഞിട്ട് സ്വീകരിച്ചവരൊക്കെ പെടും. അർഹമർ റഹീമായ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സലാത്ത് ചെല്ലാമെന്ന് ഏറ്റിട്ടുള്ള ഈ മുഴുവൻ മുഅ്മിനീകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുവഴി നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിവയാക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി, ട്യൂമർ തുടങ്ങി വലിയ വലിയ രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയക്കാരെ മുഴുവനും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രോഗികളായവരുടെ രോഗം എളുപ്പത്തിന് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. വലിയ കടങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. അതിന്റെ വഴികളെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ നിന്റെ ദീനിന് വേണ്ടി ചെയ്യാനുണ്ടെന്ന് നിനക്കറിയാം. അത് നീ തന്നെയാണ് ഞങ്ങളെ കൽബിലിട്ട് തന്നത്. അതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതിന്റെ എല്ലാ വഴികളും എളുപ്പമാക്കി തരണം റഹ്മാനെ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിന് നീ സ്വർഗ്ഗതൊപ്പാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ കറാമത്തുകളെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും അവിടുത്തെ മുത്തബീകൾക്കും അവിടുത്തെ മുഹബ്ബീകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും അവരോട് അനുധാവനം ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പടച്ചവരെ, നാട്ടിന്റെ നാനാ ഭാഗത്തുനിന്നും ഈ നട്ടുച്ച സമയത്ത് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള പുരുഷന്മാരും അപ്പുറത്തൊക്കെയുള്ള സ്ത്രീകളും എല്ലാവരും നിന്റെ വലിയനോടുള്ള മഹബത്തിന്റെ പേരിൽ വന്നവരാണ്. അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ശാഹിരീകളെ സിഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഗീബത്തും നമീമത്തും ഫസാദും ഫിത്നയും പറയുന്നവരുടെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാധുക്കളായ മുതഅല്ലിമീങ്ങളെയും യതീമക്കളെയും ഇനിയും ഒരുപാട് കാലം വളർത്താനും പഠിപ്പിക്കാനും ദർസ് നടത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാഹ്. ഇസ്സത്തോടെ ആഫിയത്തോടെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാഹ്. അവസാനം
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് വഫാത്താവാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. മരണപ്പെട്ടതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. പടച്ചവനെ, ഈ എരുമാട് സൂഫി ഷഹീദ് തങ്ങളുടെയും സയ്യിദ് ഹസൻ സഖാഫ് തങ്ങളുടെയും മറ്റു മുഴുവൻ ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കും കമ്മിറ്റി പ്രവർത്തകർക്കും അതിനോട് സഹകരിക്കുന്നവർക്കും കഴിഞ്ഞ കാലത്ത് സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും നീ ഈമാനും ഹിദായത്തും തൗഫീഖും പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. നല്ലപോലെ ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വളർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. മഴ വേണമെന്നാ പറയുന്നത് അല്ലാഹ്. പ്രത്യേകിച്ച് കാപ്പി കുരുണ്ടാവണമെങ്കിലും മഴ വേണമെന്നാണ് അല്ലാഹ് പറയുന്നത്. നീ മഴ തരണേ അല്ലാഹ്. പടച്ചവനെ, പെട്ടെന്ന് മഴ തരണേ അല്ലാഹ്. പെട്ടെന്ന് ഞങ്ങൾക്ക് മഴ തരണം അല്ലാഹ്. നിങ്ങളെ ഉറൂസ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. അർഹമുർറാഹിമേ, ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും നീ മഴ കൊടുക്കണേ അല്ലാഹ്. കൊടുകിലുള്ള മുഴുവൻ ജനങ്ങൾക്കും കാപ്പി പൂക്കുന്ന സമയമാണ്. മഴ ആണ് സാധാരണ ആദത്ത്. നിന്റെ കുതിർത്ത് ഞങ്ങൾക്ക് സംശയമില്ല, നീ ഏത് നിലക്കും തരും. എന്നാലും മഴയായ നിലക്ക് വെള്ളം വേണം അല്ലാഹ്. നീ മഴ തരണേ അല്ലാഹ്. കുടിക്കാനും വെള്ളം വേണം. നീ മഴ തരണേ അല്ലാഹ്. നീ മഴ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഴ പെട്ടെന്ന് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. ഒരു 10 തഹ്ലീല് സാജുല്ലമയുടെ പേരിൽ ചൊല്ലി നമുക്ക് ദ്വാരക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله. സൂഫി ഷഹീദിന്റെയും ഹസൻ സഖാഫ് തങ്ങളുടെയും ഇവിടെയുള്ള മുഴുവൻ ഔലിയാക്കളുടെയും ഈ കൊടുകിലുള്ള എല്ലാ ഔലിയാക്കളുടെയും പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إله إلا الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا إله നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും
മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلاة ترضيك وترضى بها عنا يا أرحم الراحمين. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم بجاه النبي المصطفى محمد صلى الله عليه وسلم وبحقوق جميع الأنبياء والأولياء والصالحين اسقنا غيثا اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا الغيث ولا تجعلنا من القانتين. ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്, ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങളെ പാപം നീ പുറത്ത് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. നിന്റെ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാഹ്, ബർക്കത്ത് തരണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈമാനും ഹിദായത്തും ഏറ്റി തരണേ അല്ലാഹ്. ഇവിടെ തടിച്ചുകൂടിയ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് പുറപ്പെട്ട ഓരോ സെക്കൻഡ് കണ്ട് നീ ഹസനാത്തുകൾ തരണേ അല്ലാഹ്. ഇവിടെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ സക്കനാത്ത് ഹർക്കാത്ത് മുഴുവനും ഹസരത്തുകളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. കഴിഞ്ഞ കൊല്ലം മൈക്ക് കൊണ്ടുവന്നവനെ ദേഷ്യം പിടിച്ചിരുന്നു. ഇക്കൊല്ലം നല്ല മൈക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സൈനി ഉസ്താദ് അവർക്ക് അസ്സലാമു അലൈക്കും.